ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായി സന്തോഷമായിട്ട് പോകുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെറിയ ഷോർട്ട് വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു നിഗമനം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ലോങ് വീഡിയോൻ്റെയും അതുപോലെ ഷോർട്ട് വീഡിയോസിൻ്റെയൊക്കെ വ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കും തോന്നി. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മൾ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിയുന്ന വിധം വരുന്ന കമൻസിനൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. ആരെയും അങ്ങനെ കമൻറ്റിന് റിപ്ലൈ ഒന്നും തരാതെ നിൽക്കലില്ല. പിന്നെ പറഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് അതിലിങ്ങനെ എഴുതി ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസിൽ നിങ്ങളെ കമൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പരിപാടി ഇതാ എന്തായാലും ഒന്നെങ്കിൽ തീ കത്തിച്ചിട്ടും അല്ലെങ്കിൽ ചായക്ക് വെള്ളം വെച്ചിട്ടൊക്കെയാണ് നമ്മളെ വീഡിയോസ് തുടങ്ങുക. അപ്പോൾ ഇന്നെന്തായാലും തീയൊക്കെ കത്തിച്ചിട്ട് ഇത് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെമ്പ് വെക്കണേൻ്റെ മുന്നേ ഇതൊന്ന് കാണിച്ചതാണ്. ഞാൻ ഈ ഒരു ചട്ടീൻ്റെത് മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കാണാത്ത ആൾക്കാർ തന്നെയാണ് കേട്ടോ വീണ്ടും ചോദിക്കുന്നത്. ഓരത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതെന്താ സംഭവം, അടുപ്പിൻ്റെ മേലെ ഇതെന്താണ് 2 ചട്ടി വെക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കരി പിടിക്കാതിരിക്കാൻ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സംഭവം കേട്ടോ. അതിൻ്റെ നടുവിൽ ചെമ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ചുറ്റിനും വല്ലാണ്ട് അങ്ങോട്ട് കരി പിടിച്ച് നാശമാവൂല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സംഭവം വെക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചെമ്പ് എന്തായാലും തേച്ചെഴുകാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇക്കാക്ക് പോവാൻ നേരവും വൈകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും തീ അങ്ങനെ അങ്ങോട്ട് വരൂലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു സാധനം മാറ്റിയിട്ട് ചെമ്പ് അങ്ങനെ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം, ചോറിന് എന്താണ് ഈ പറയണേ, ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇപ്പുറത്ത് വേഗം ബാക്കിയുള്ള ചായക്കടീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഇന്ന് പുട്ടും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടിനുള്ളത് നനച്ച് വെച്ചിട്ടുണ്ട്. മക്കളെ മദ്രസയിൽ വിടുന്ന ആ ഒരു ടൈമിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മീനും ഉണ്ടായി. അപ്പം മീനും കറിയും ആക്കുന്നുണ്ട്. അതുപോലെ പുട്ടുമാണ് കേട്ടോ ഒന്ന് ചായക്കുള്ള കടി. അപ്പോൾ ഈ കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ ഷോർട്ട് വീഡിയോ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഒരു വ്യൂസ്. എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് ഒരു 2.5-2 ലക്ഷം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത് വ്യൂ. പിന്നെ എനിക്ക് ആ ഒരു രീതിയിൽ വ്യൂ വരുന്നത് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടതിൽ ഒരു വീഡിയോ 1 മില്യൺ വ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെന്താ പറയുക, നമ്മൾ ഈ യൂട്യൂബിൽ ഇടുന്നതിലാണെങ്കിൽ എന്താ പറയുക, ഈ ഒരു വീഡിയോ ഒരു ഷോർട്ടിൽ ഒരു 4 ലക്ഷം മാഷാ അല്ലാ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലും അത് കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല. ചില കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ നമുക്ക്. കാരണം നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. മനസ്സും വിഷമവും ചിന്തയും സങ്കടവും സന്തോഷമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കിപ്പോൾ ജീവിതത്തിന് ഒരു കുറവുമില്ല. ഒരു കമൻറ്റ് വന്നു വെച്ചാൽ ഈ കമൻറ്റ് ഇടുന്നവർക്ക് അറിയില്ലല്ലോ നമ്മൾ മാസങ്ങൾ ഇങ്ങനെ അതിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വാരിയാണ് എന്നുള്ളത് അറിയില്ലല്ലോ എന്ന്. നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഒരു വട്ടമാണ് എനിക്ക് വരുമാനം കിട്ടിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഇത് ആയി വരുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മാസം പൈസ വാങ്ങാൻ നമ്മൾ വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ല കേട്ടോ. കാരണം ഒരു കാര്യം അറിയാതെ വെറുതെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ദേഷ്യമല്ല തോന്നുന്നത്, നമുക്ക് വിഷമം തോന്നുകയാണ്. കാരണം വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കാണുക. നമ്മളൊരാളെയും നിർബന്ധിക്കുന്നില്ല. നമ്മളെ വീഡിയോസ് ഇതന്നെയാണ് ഒരു വീട്ടമ്മയുടെ പച്ചയായ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് എൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഒരാളെയും നിർബന്ധിച്ചിട്ടോ സഹതാപം കൊണ്ടോ അങ്ങനത്തെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ വീട് ഇങ്ങനെ ഒരു ഷെഡാണ് എന്നുള്ളൊരു കുറവാണ് നമുക്ക്
നമുക്കുള്ളൂ. വേറെ ഒന്നിനും നമ്മളെ ജീവിതത്തിന് പടച്ചോൻ ഒരു കുറവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇൻഷാ അള്ളാ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വീട് പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അടുപ്പും അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞിട്ടും ഇതായിട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു നിലക്ക് വീണ്ടും ഇതിമേലൊരു പണിയെടുക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാര്യം ഇത് ഷെഡാണ് എന്നുണ്ടെങ്കിലും ഇത് നമ്മളെ കൊട്ടാരവും സ്വർഗവും ഞങ്ങളെ എല്ലാ ഇതും നമ്മളെ സന്തോഷവും നമ്മളെ സമാധാനവും എല്ലാം ഈ ഒരു വീട് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ചെറിയൊരു പൈസ കയ്യിൽ കരുതിയിട്ട് നമുക്ക് വീട് പണി തുടങ്ങാൻ എന്തായാലും പറ്റൂല. അതിനൊക്കെ ലക്ഷങ്ങൾ വേണം. അപ്പോൾ ഒന്നും കാണാതെ വേഗം അങ്ങോട്ട് ഇതും പൊളിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ക്ഷമയോടെ ഇരിക്കുന്നത്. പിന്നെ ഒരു കമൻറ്റ് വന്നു, ഇത് വീടാണോ അതോ ആലയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതൊക്കെ എന്തൊരു മനുഷ്യന്മാരാണെന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. നമ്മളതായ രീതിയിൽ ഇപ്പം ഞാൻ ഈ വീഡിയോസ് ഇപ്പം എന്തിനാ ഞങ്ങൾ കാണിക്കണം എന്നുള്ള ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ തുടങ്ങിയത്. യൂട്യൂബും ഒരു ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാനും അതിൽ നിന്ന് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാന മാർഗ്ഗമായിട്ട് തുടങ്ങിയതാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരും നമ്മൾ കുറ്റപ്പെടുത്താനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കാണാനോ ഒന്നും നിൽക്കണ്ട. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെ സപ്പോർട്ട് തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. ആരും ഒന്നും കരുതണ്ട കേട്ടോ. നമ്മൾ ഉള്ള കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ചിലത് നമുക്ക് മനസ്സിൽ നിന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ ഒരു സമാധാനം ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളും മനുഷ്യന്മാർ തന്നെയാണ്. എന്തായാലും ഷെഡിൽ നിൽക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് വേറൊരു ഇതൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ മീൻ കറി വെക്കലും അതുപോലെ പുട്ട് ചുടലും മക്കൾക്ക് ചായ കൊടുക്കലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എണീറ്റു. പിന്നെ ഇത് അടുത്ത ചോറിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പം വെള്ളം അങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ കറി എന്തായാലും കുറച്ചുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പരിപ്പും മുരിങ്ങയും കൂടെ തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അവിടെ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലില്ല. അപ്പോൾ കുറച്ച് മുരിങ്ങച്ചപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് പിന്നെ അധികം വേവാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് തിളച്ചപ്പോഴത്തേക്കും നമ്മളെ മുരിങ്ങ വെന്തിട്ടുണ്ടായി. അപ്പോൾ അതും പിന്നെ അതിലേക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് വെക്കുക എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. ഞാൻ അധികം ഈ ഒരു കറി അങ്ങനെ ഉണ്ടാക്കലില്ല. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. നല്ലൊരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ചോറ് കഴിക്കാൻ. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ മുറിച്ചിട്ടിട്ടാണ് കേട്ടോ കറി വറവിട്ടെടുത്തിട്ടുണ്ടായത്. സംഭവം എന്തായാലും ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ ഇറച്ചി മീനും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാവുമ്പോഴേ ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട്. കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ട്രൈപാഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നിങ്ങൾക്ക് മടുക്കുന്നുണ്ടാവോ? ചിലപ്പോൾ അത് കാണാത്തവരുണ്ടാവും. അതെന്താ ഇപ്പോൾ ഇവളെ വീഡിയോ ഇങ്ങനെ ആവണേന്നൊന്ന് വിചാരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറേ ദിവസം മീഷോയിലായതുകൊണ്ട് കുറച്ച് ലാഗായിട്ടാണ് കേട്ടോ സാധനം വരുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു. ചോറിനുള്ള അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. അപ്പം ഞാനിതാണ് കേട്ടോ ഈ എന്താ പറയുക മൊത്തത്തിൽ തട്ടിക്കൊട്ടി ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി അങ്ങോട്ട് കിട്ടൂല കേട്ടോ. എനിക്കങ്ങനെയാണ്. നമ്മൾ ഈ ഒരു രാവിലെ ചിലപ്പം ചായ കുടി കഴിഞ്ഞ് നമ്മളെ പണികൾ എടുക്കുന്നത് വരെ ചിലപ്പോൾ വീട് വല്ലാത്തൊരു കോലത്തിലൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ അങ്ങനെ ഒരു പെരങ്ങൽ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാം വൃത്തിയാക്കി ഞാൻ അങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. എനിക്കുള്ളത് ഞാൻ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ മുറ്റത്ത് മാത്രമാണ് ഞാൻ സുല്ലിട്ടിട്ടുള്ളത്. അത് പുല്ലും ഞാനും തമ്മിൽ അങ്ങോട്ട് ചേരാത്തതുകൊണ്ടാണ് കേട്ടോ. പുല്ലിന് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയാണ്. ഇവൾ ചെത്തുണേനും പറിക്കണേനും അനുസരിച്ച് ഡബിളായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ തൽക്കാലം ആ ഒരു മേഖല അവിടെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വേഗം തട്ടിക്കൊട്ടി എല്ലായിടത്തും ഒതുക്കി പെറുക്കി വെച്ച് വൃത്തിയാക്കി അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ വേഗം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. പാത്രം കുറേ ഉണ്ടായിരുന്നു. പകുതി മുക്കാലും കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. ഈ നെയ്റ്റി ഇടുമ്പോഴേ അതൊന്നും അങ്ങോട്ട് വാരി ഇവിടെ അങ്ങോട്ട് കുത്തിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ ഷാളും ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഞാൻ ശരിക്കും ഷാളൊക്കെ അവിടെ ഊരി വെക്കലാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അത് നമുക്ക് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു
നിങ്ങൾ ചുരിദാർ തന്നെയാണോ ഇടുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ അധികം ചുരിദാർ തന്നെയാണ് ഇടുക. ഇതേപോലെ വല്ലപ്പോഴൊക്കെ നൈറ്റി ഇടലുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റുക അങ്ങനെയൊന്നുമില്ല. ചുരിദാറാണെങ്കിൽ നമ്മൾ എന്താണോ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. എന്താണോ നമ്മളെ ലൈഫ് അത് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു. അതിൻ്റെ തുടക്കലും അതുപോലെ അലക്കലും ബാക്കിയുള്ള പണിയും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ട്. വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതൊക്കെ മുന്നേ കുറേയൊക്കെ കാണിച്ചതുകൊണ്ട് ഇനി കാണുന്നവർക്ക് പിന്നെയും അടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ആ ഒരു ചോദിച്ച ആ ഒരു കമൻറ്റിനാണെങ്കിലും നമ്മൾ മാനിക്കണമല്ലോ, കാരണം അതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു പരിപാടിയും നടക്കൂല. അപ്പോൾ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചോറ് വയ്ക്കാനിരിക്കുമ്പോഴാണ് ഒരു സുഖം അങ്ങോട്ട് കിട്ടുകയുള്ളൂ. ചിലപ്പോഴൊക്കെ അഥവാ പണികളൊന്നും തീരാണ്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഇന്നെന്തായാലും വേഗം പണികളൊക്കെ തീർത്തു. പിന്നെ ഞാൻ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ട്, അതുപോലെ മുരിങ്ങയും പരിപ്പും തേങ്ങ അരച്ച കറിയും ഉണ്ട്. പിന്നെ പപ്പടം കൂടെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് മീൻ കറി ഉണ്ട്, അത് പിന്നെ രാത്രിക്കത്തേക്ക് എടുക്കുക. രാത്രിയിലേ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇനി ചോറ് വയ്ക്കട്ടെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.